നമസ്കാരം. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകരവാദ സംഘങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലഷ്കർ ഇ തയ്യബ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് പാകിസ്ഥാൻ പട്ടാളം തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നും തങ്ങളോട് അടുപ്പമുള്ള ഭീകരവാദ സംഘങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം പറഞ്ഞത് പടി തങ്ങൾ പ്രവർത്തിച്ചുവെന്നും അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എന്നും പറഞ്ഞത്. ഇതിങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തങ്ങൾക്ക് സംഘടനകൾക്കുള്ളിൽ ഉണ്ടാകുന്നു എന്നും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റി, തങ്ങൾ നടത്തിയിരുന്ന പള്ളി, തങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന പള്ളി ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെട്ടു. ഇനി തങ്ങൾക്ക് യാതൊന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പാകിസ്ഥാൻ സൈന്യം ഈ രീതിയിൽ ലഷ്കർ ഇ തയ്യബയെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. ഈ രീതിയിൽ തന്നെയാണ് ജെയ്ഷ് ഇ മുഹമ്മദും പാകിസ്ഥാന് നേരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. അതായത് ഇപ്പോൾ തെഹ്രീക്ക് താലിബാൻ പൂർവാധികം ശക്തിയോടുകൂടി പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ ഷെവ പാലം തകർത്തിട്ടു. അത് പുനർനിർമ്മിക്കുവാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ അതിനെ വീണ്ടും ആക്രമിക്കുകയും ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്തു. ഇത് ആ പ്രദേശത്തിലേക്ക് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കടന്നുകയറ്റം, അതായത് ആദിവാസികൾക്ക് നേരെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കടന്നുകയറ്റം തടയാൻ വേണ്ടിയിട്ടാണ് തെഹ്രീക്ക് താലിബാൻ ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും പാകിസ്ഥാന് നേരെ ഇത്തരം ഭീകരവാദികളെല്ലാം തന്നെ കൂട്ടായ ഒരു ശ്രമം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ പട്ടാളം സത്യത്തിൽ പാലൂട്ടി വളർത്തുകയായിരുന്നു ഇത്തരം ഭീകരവാദ കക്ഷികളെ. അവിടുത്തെ ഭീകരവാദികളെ പിന്തുണയില്ലാതെ സർക്കാരിന് പോലും പ്രവർത്തിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പാകിസ്ഥാനിലുണ്ടായിരുന്നത്. പാകിസ്ഥാൻ്റെ പട്ടാളത്തിൽ നിന്ന് ഇത്തരം ഭീകരവാദ സംഘങ്ങൾക്ക് ഫണ്ടുകൾ ലഭ്യമാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന്, തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇത്തരം ഭീകരവാദികൾക്ക് ഫണ്ടുകൾ ലഭ്യമാകുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഭീകരവാദികൾക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായി ഇവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ പല ഇടങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തീവ്രവാദ സംഘങ്ങളെയൊക്കെ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പാലൂട്ടി വളർത്തിയ ഭീകരവാദികൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. ഒരു ഭാഗത്ത് കടക്കണിയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ കടക്കണിയിൽ നിന്ന് മോചിതമാകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധമായി നടക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ അമേരിക്കയിലൊരു അടിമ എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. അതായത് അമേരിക്ക എന്തു പറയുന്നു അത് ഇറാൻ മൂളിക്കേക്കും. ഇപ്പോൾ ഇറാന് നേരെയുള്ള പ്രശ്നം നടക്കാൻ പോയപ്പോഴത്തേക്കും അമേരിക്ക പറയുന്നതിനനുസരിച്ച് അവിടെ ഒരു എയർബേസ് സൃഷ്ടിച്ചു കൊടുക്കുകയും ഇസ്ലാമിക രാജ്യമായ ഇറാന് നേരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് വേണ്ടത്ര സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ തയ്യാറായി. ഈ രീതിയിൽ ഈ സമയത്ത് ചഹവാർ ബോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഈ സമയത്ത് ചഹവാർ ബോട്ട് ഉൾപ്പെടെയുള്ള അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ചെയ്യുവാനും സാധിക്കുമെന്നും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തുവാൻ പറ്റുമെന്നും പാകിസ്ഥാൻ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ഇതെല്ലാം വെള്ളത്തിലാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് പാകിസ്ഥാൻ അടിമുടി താളം തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഭീകരവാദികളും കൂടി പിണങ്ങിയതോടുകൂടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്ന ഒരു അവസ്ഥയിലാണിത്. അതായത് ഭീകരവാദികൾ നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥയാണ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആക്രമണത്തിൽ നിന്നും അതിജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഭീകരവാദികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇത്തരം ഭീകരവാദികളെല്ലാം തന്നെ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഭീകരവാദികളെല്ലാം ചേർത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഒരു ഐക്യ സഖ്യം യൂണിറ്റ്, ഭീകരവാദികളുടെ ഒരു യൂണിറ്റ് ആരംഭിക്കുക. അതിന് പല ഇടങ്ങളിൽ നിന്നും അവർക്ക് പിന്തുണ ലഭിച്ചു. അത് ഹമാസ് ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ നേതൃനിരയിലുള്ള ആൾക്കാർ വന്ന് തന്നെ പരിശീലനം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. പക്ഷേ അതെല്ലാം പൊടുന്നനെ തകരുന്ന ഒരു കാഴ്ചയാണുള്ളത്. യാതൊരു രീതിയിലുള്ള മുന്നോട്ട് പോകൽ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇവരെല്ലാവരും തന്നെ പാകിസ്ഥാന് നേരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആകെ അടിമുടി താളം തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. കടം വീട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത, അവരുടെ
ഫൈറ്റർ ജെറ്റുകളടക്കം അവിടുത്തെ യുദ്ധവിമാനങ്ങളടക്കം കൊടുത്തുകൊണ്ട് കടം വീട്ടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സന്നദ്ധമാണ്. സർക്കാരിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പക്ഷേ ഈ അവസ്ഥയിലും ആർമിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ആർമിക്ക് സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങളും മറ്റ് കാര്യങ്ങളുമുണ്ട്. എന്തായാലും ഭീകരവാദികളുടെ പിന്തുണ ഇനി അധിക നാൾ പാകിസ്ഥാന് ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ തിരിച്ചടിയിൽ അവർക്ക് വലിയ ഭയമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.